ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. വീട്ടിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന അമിത് ഒറാങ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. വിജയകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. കോടാലി ഉപയോഗിച്ചാണ് കുറ്റകൃത്യം നടത്തിയത്. പ്രതികളാരും നിലവിൽ കസ്റ്റഡിയിലില്ലെന്നും SP വ്യക്തമാക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിൻ്റ് പരിശോധന, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് സർ മർഡർ നടത്തിയത്? വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ് സാറേ? കോടാലിയാണ്. അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ സംശയിക്കുന്നുണ്ട് ഒരു വ്യക്തിയാണ്. അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇല്ല, കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മകൻ ഗൗതമിന്റെ മരണവും ദുരൂഹമാണ്. ഗൗതമിന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് മാതാപിതാക്കളുടെ കൊലപാതകം. 7 വർഷം മുൻപ് 2017 ജൂൺ 2 കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിൽ നിന്ന് 200 മീറ്റർ മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ കണ്ടെത്തിയ രക്തക്കറയാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് നയിച്ചത്. കേരള പോലീസിന്റെ കണ്ടെത്തലേ അത് സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ്. ഇപ്പോൾ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന്. അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല. ആ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണത്തിന് വേണ്ടി 5 കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും. മകൻ്റെ കാറ് നിറയെ രക്തമായിരുന്നു, ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം. അപ്പം അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിന്ന് 204 മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിലിൽ ചാടി മരിക്കേണ്ട ബോഡി 2 കഷ്ണമായി പോകണം. ഇത് റെയിലിൻ്റെ സൈഡിലാണ് ബോഡി കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്. തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ച ഒരു മരണമല്ല, അതൊരു കൊലപാതകമാണ്. അത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കോടതി അത് ഹോമിസൈഡാണ് എന്ന് തന്നെ കണ്ടെത്തി. ആരെയും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല. അയാൾ ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ മകനോ അദ്ദേഹത്തിനോ ഒരു ശത്രുക്കളുമില്ല എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. അതേസമയം മകന്റെ മരണവുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയങ്ങൾ നിലവിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കോട്ടയത്തെ സംബന്ധിച്ചേറെ നടുക്കിയ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നടുക്കിയൊരു സംഭവമാണിത്. ദമ്പതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഈ കേസിൽ മകന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം പോലീസിന്റെ നിലവിലുള്ള ഒരു നിഗമനം എന്താണ്? ഇവരുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ നാട് വിട്ട ഈ ഇതര സംസ്ഥാന തൊഴിലാളി എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ശ്രീജിത്ത്? ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പ്രതി എവിടെ, അല്ലെങ്കിൽ ആരാണ് പ്രതി എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിനുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTVകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്തായാലും പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ ഒരു ജോലിക്കാരൻ എന്നതാണ് പോലീസിന്റെ വിവരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വീടുമായി അത്രയും പരിചിതമുള്ള ഒരാൾ ചെയ്തതാണ് ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത്. അതിന് ആയുധം തിരഞ്ഞെടുത്തത് ഈ വീടിനുള്ളിൽ തന്നെയുള്ളതാണ്. ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് ഈ കോടാലി കൊണ്ടാണ് ഈ വിജയകുമാറിനെയും ഭാര്യ മീരയെയും ഈ പ്രതി കൊലപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സംശയിക്കുന്ന പ്രതിയെ സംബന്ധിച്ച് ആ പ്രതിക്ക് ഈ ഇവരുമായി പല വൈരാഗ്യങ്ങളുമുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കണക്ക് കൂട്ടുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് മോഷ്ടാക്കളോ അങ്ങനെ ആരുമല്ല. കാരണം ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ മോഷണം പോയിട്ടില്ല. അതോടൊപ്പം തന്നെ പണമൊന്നും മോഷണം പോയതായുള്ള വിവരം ഇതുവരെ പോലീസിനില്ല. ഈ വിജയകുമാറും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റെന്തെങ്കിലും കൂടുതൽ പണം മറ്റോ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. എന്തായാലും നിലവിലെ കണക്കുകൂട്ടലനുസരിച്ച് പണം ഉൾപ്പെടെ മോഷണം പോയിട്ടില്ല. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു മോഷണ ശ്രമം എന്ന സംശയവും നിലവിൽ പോലീസിനെ സംബന്ധിച്ചില്ല. പക്ഷെ അപ്പോൾ തന്നെയും ഈ അമിത്തിനെ സംബന്ധിച്ചുള്ള ഈ പ്രതിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള ഒരു സംശയം, അയാൾക്ക് പണത്തോട് താല്പര്യമുള്ള ആളാണ്. അയാൾ കഴിഞ്ഞ തവണയും ഈ സെപ്റ്റംബറിലാണ് നേരത്തെ ഒരു ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. വിജയകുമാറിന്റെ ഐഫോൺ തട്ടിയെടുക്കുകയും അതിൽ നിന്ന് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അതാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പിന്നീട് അയാൾ അറസ്റ്റിലാകുകയും 1 മാസം മുമ്പാണ് ഇയാൾ റിമാൻഡിൽ ഇറങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കഴിഞ്ഞ 1 മാസത്തിനിടെ ഒരു തവണ ഈ അമിത് ഇവിടെ എത്തി ബഹളം വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. പോലീസ് പറയുന്നത് അത്തരം പരാതികളൊന്നും തന്നെ വിജയകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇപ്പോൾ നിലവിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ കേസ് ഇപ്പോഴത്തെ കൊലപാതകങ്ങൾക്കില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ശ്രീജിത്ത്, അങ്ങനെയാണ്. കാരണം ശ്രീജിത്ത് നേരെ സൂചിപ്പിച്ചതുപോലെ ഈ അമിതാണ് കൊലപാതകം നടത്തിയെങ്കിൽ അയാൾ പണത്തോട് അത്യാർത്തിയുള്ള ഒരാളാണ്. സ്വാഭാവികമായും കൊലപാതകത്തിന് ശേഷം ഇവരുടെ സ്വർണ്ണാഭരണമോ അല്ലെങ്കിൽ വീട്ടിലുള്ള പണമോ അപഹരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ പണമോ അല്ലെങ്കിൽ സ്വർണമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഈ കൊലപാതകത്തിലില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ കരുതേണ്ടതല്ലേ? ഇവിടെ കൊല നടത്തി, അതും വീടിൻ്റെ കതക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പൊളിക്കുന്നു. അതിനുശേഷം അകത്ത് കയറി കൃത്യം നടത്തിയ ശേഷം പുറത്തിറങ്ങുന്നതിന് മുൻപ് CCTVയുടെ DVR ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഈ കൊലയാളി അവിടെ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ കൊലപാതകമായിട്ട് തന്നെ കാണേണ്ടതല്ലേ? പോലീസിൻ്റെ ഒരു സംശയങ്ങൾ ഈ അമിത് അല്ല എങ്കിൽ മറ്റ് ഏതൊക്കെ തലങ്ങളിലേക്കായിരിക്കാം അന്വേഷണം നീങ്ങുന്നത്? നിലവിൽ ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ നേരത്തെ മകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട CBI FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ CBIയെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ പരിശോധനകളും ഉണ്ടാകും, അല്ലെങ്കിൽ അവരും പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായാൻ തന്നെയാണ് സാധ്യത. ഈ തൊഴിലാളിയെ കേന്ദ്രീകരിക്കുന്നതിന് പ്രധാന കാരണം ഈ വീടുമായി പരിചയമുള്ള ആളാണ് ഈ കൊലപാതകം നടത്തിയത്. നോക്കൂ, ഏതെങ്കിലും ഒരാൾ കൊലപാതകം ചെയ്യണമെങ്കിൽ അയാൾ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തിയെങ്കിലും കൊണ്ടുവരും. അങ്ങനെ ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്ന കത്തി വെച്ചല്ല ഇയാൾ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഈ വീടുമായി ഇവിടെ ഇങ്ങനെ ആയുധങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നും കൃത്യമായി ബോധ്യമുള്ള ആളുകളാകാം ചെയ്തത് എന്ന വിലയിരുത്തലാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. 2, ഇപ്പോൾ എത്തിയത് ഒരുപക്ഷെ സാമ്പത്തികം പണം സ്വന്തമാക്കാൻ വേണ്ടി ആയിരിക്കില്ല. ഇവരോടുള്ള വലിയ പക മൂലം ഇവരെ കൊല്ലണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ തന്ത്രപരമായി എത്തി കൊലപാതകം നടത്തുന്നു. അതിനുശേഷം കൃത്യം പൂർത്തിയായ ശേഷം പ്രതിക്ക് ഉണ്ടായ ചിന്തകൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിരിക്കും പലപ്പോഴും സാധ്യത ഉണ്ടായി. വീടിനുള്ളിൽ എന്ത് നടന്നു എന്നത് സംബന്ധിച്ച് ഒരു അന്തിമമായ ചിത്രം ഇനിയും വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പോലീസ് കണക്ക് കൂട്ടുന്നത് ഇത്തരം സാധ്യതകളാണ്. ഒന്നുറപ്പാണ്, ഒരു പ്രൊഫഷണൽ ടീമല്ല എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയാണ് ഈ ഘട്ടത്തിൽ. അതിന് ഈ പഴയ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണമായി വരുന്നത്. മാത്രമല്ല, സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് മകന്റെ മരണം അത് ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് സംസ്ഥാന പോലീസ് എത്തുകയും ചെയ്തിട്ടില്ല. പിന്നീട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് അയാൾക്ക് വിജയകുമാറിന് അങ്ങനെ മകന്റെ കാര്യത്തിൽ ഒരു CBI അന്വേഷണം എന്ന നീതി ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യം പോലീസ് അന്വേഷണം നടന്ന സമയത്ത് പലപ്പോഴും
നാട്ടുകാരുടെ ഒക്കെ നേതൃത്വത്തിൽ പലപ്പോഴും ഒരു ആക്ഷൻ കൗൺസിൽ പോലെ എല്ലാ സഹായങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. പക്ഷേ വിജയകുമാർ ആ ഘട്ടത്തിൽ കാര്യമായി അതിനൊരു താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വ്യക്തിപരമായ സ്വന്തം നിലയിൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടായിരിക്കാം. എന്തായാലും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും മകന്റെ മരണത്തിൽ വലിയ സംശയങ്ങളുണ്ട്. നേരത്തെ ടി അസഫ് അലി പറഞ്ഞതുപോലെ തന്നെയുള്ള സംശയങ്ങളാണ്. പക്ഷെ അപ്പോഴും സംസ്ഥാന പോലീസ് എത്തിയത് ഇയാളുടെ കാറിൽ രക്തമുണ്ടായിരുന്നു. അത് ഇയാൾ സ്വയം മുറിവേൽപ്പിക്കുന്നു. അതിനുശേഷം ഈ ട്രാക്കിലേക്ക് പോയി മരിക്കാത്തത് കാരണം ട്രാക്കിലേക്ക് പോയി ട്രെയിനിൽ ചാടി മരിക്കാൻ ശ്രമിക്കുന്നു. ട്രെയിൻ ചെറിയ രീതിയിലെങ്കിലും തട്ടിയിട്ടുള്ളതാകാം. ഈ വലിയ രീതിയിൽ ട്രെയിൻ തട്ടുമ്പോഴാണ് കാര്യമായ ഗുരുതരമായ പരിക്കുകളിലേക്ക് ഉള്ളത്. ഒരുപക്ഷെ അന്ന് സംഭവിച്ചത് അങ്ങനെയാകാം എന്ന വിലയിരുത്തലായിരിക്കും അന്ന് പോലീസിനുണ്ടാകുക എന്ന് കണക്കാക്കേണ്ടി വരും. ഒരു കാര്യം കൂടിയുള്ളത്, ഈ എന്തുകൊണ്ടാണ് ഗൗതം, ഇവരുടെ മകൻ ഗൗതം ആത്മഹത്യ ചെയ്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ കുടുംബത്തെ സംബന്ധിച്ചൊരു മകൻ നഷ്ടപ്പെട്ടതിൻ്റെ, അകാലത്തിൽ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കാം ഈ ദമ്പതികൾ, ഈ അച്ഛനും അമ്മയും കഴിഞ്ഞു വന്നത്. മകൻ്റെ മരണത്തിൽ നീതി തേടി ദീർഘനാൾ നിയമ പോരാട്ടം നടത്തുന്നു. 2 മാസങ്ങൾക്ക് മുൻപാണ് ഇവരുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. CBIൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രാഥമികമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതാണ്. അതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശ്രീജിത്ത്, ഈ മകൻ്റെ മരണവുമായി ഇവരുടെ ഈ ഇരട്ട കൊലപാതകത്തിനും ബന്ധമുണ്ട് എന്ന ഒരു സംശയമൊക്കെ പലരും ഉന്നയിക്കുന്നതും. പക്ഷെ അത് പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുന്നുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു സാധ്യത സംശയിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? കാരണം ഈ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് CBI അന്വേഷണം ഏറ്റെടുത്ത് 2 മാസമാകും മുൻപോൾ തന്നെ കുടുംബം, ഈ അച്ഛനും അമ്മയും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒരുപക്ഷെ ഈ CBI അന്വേഷണത്തെ ഭയക്കുന്നവർ മകൻ്റെ മരണത്തിൽ പങ്കുണ്ട് എന്ന് ഒരുപക്ഷെ ആരോപണമുണ്ടെങ്കിൽ അവരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്തുമോ, വിരൽ ചൂണ്ടുമോ, കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുമോ തുടങ്ങിയ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമായിട്ട് കൂടി കാണേണ്ടതുണ്ടോ? കാണുന്നതിൽ തെറ്റില്ല ടോം. അത്തരം സംശയങ്ങളുള്ളവർക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കുകയും ചെയ്യാം. സംശയത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നേരത്തെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സംശയത്തിൽ ഈ അന്ന് നടന്ന മരണത്തെ സംബന്ധിച്ച് പല ദുരൂഹതകളും നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണ്. കാരണം 2 മാസം മുൻപ് മാത്രമാണ് ടോം നേരത്തെ പറഞ്ഞ ഒരു ഇതിലൊരു തിരക്കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു കഥ നോക്കിക്കഴിഞ്ഞാൽ അത് ഭദ്രമാണ്. അങ്ങനെ ഒരാളിലേക്ക് എത്താം, മറ്റു പ്രതികളിലേക്ക് എത്താം. വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് പറയാൻ കഴിയുന്നത് ഈ മകന് ചെറിയ രീതിയിൽ ലഹരി ഉപയോഗമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. വേണമെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ അവരെത്തിയിരിക്കുന്ന ഒരു നിഗമനം അങ്ങനെ ഏതെങ്കിലും ഒരു ടീം എന്ന നിഗമനത്തിലേക്ക് അവരെത്തുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് കൃത്യമായി ജില്ലാ പോലീസ് മേധാവി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മകൻ ഗൗതമിന്റെ മരണം അത്രയും പ്രൊഫഷണലായി ചെയ്യാം എന്നുണ്ടെങ്കിൽ, പോലീസിനെ ഒളിപ്പിച്ചു വെച്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ കൊലപാതകവും അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഈ കൊലപാതകത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഒരു ക്രൈം സീനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊലപാതകം നടന്നത്, ഇതൊരു പ്രൊഫഷണൽ ടീമാണോ എന്നൊക്കെ അവർക്ക് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്താൻ കഴിയുന്ന അനുഭവ സമ്പത്ത് ഉള്ളവരാണ്. പ്രത്യേകിച്ച് കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ എല്ലാ ടീമും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചുറ്റുവട്ടമുള്ള ഏതാണ്ട് എല്ലാ കോട്ടയത്തെ പോലീസിലെ ഏറ്റവും മികവ് തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധനയ്ക്കൊടുവിൽ നിലവിൽ അവർ നൽകുന്ന സൂചന ഇതങ്ങനൊരു പ്രൊഫഷണൽ ടീം അല്ല എന്നുള്ളതാണ്. പക്ഷെ അവർ അമിത് എന്ന പേരിലേക്ക് അവർ പറയുന്നുമില്ല. അതിനാണ് കൂടുതൽ സാധ്യത. അത് അങ്ങനെ തന്നെയാണോ എന്ന് കൃത്യമായ വിവരം നൽകണം എന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ പരിശോധനാ ഫലവും മറ്റും പുറത്തു വരേണ്ടതുണ്ട്. പോലീസ് പരസ്യമായി പറയുന്നത് പ്രതികൾ ആരും തന്നെ കസ്റ്റഡിയിലില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കസ്റ്റഡിയിലില്ല എന്ന് പോലീസ് പറഞ്ഞാൽ കസ്റ്റഡിയിലില്ല എന്ന് തന്നെ ധരിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം ഒരു കസ്റ്റഡിയിലെടുത്ത പ്രതി എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ പോലീസ് പലപ്പോഴും പല സംഭവങ്ങളിലും കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കസ്റ്റഡിയിലുണ്ടെന്ന് സമ്മതിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പോലീസിന്റെ ഇപ്പോഴത്തെ തീർച്ചയായും അത് തന്നെയാണ് ഒരുപക്ഷെ പരിശോധിക്കേണ്ടത്. അത്തരം